ആസ്മ ട്രീറ്റ്മെന്റിലായിരിക്കുന്ന രോഗി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത്. ആസ്മ ഉള്ള രോഗികൾ മിക്കവാറും ഒരു കൺട്രോളർ തെറാപ്പിയിലായിരിക്കും, ഒരു ഇൻഹേലർ തെറാപ്പിയിൽ അവരുടെ ലക്ഷണങ്ങൾ കൺട്രോൾ ചെയ്ത അവസ്ഥയിലായിരിക്കും. പക്ഷെ ചില ലക്ഷണങ്ങൾ വന്നാൽ അവർ പൾമണോളജിസ്റ്റിനെ കാണണം. അത് പ്രധാനമായിട്ടും ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റീസ് അവർക്ക് ചെയ്യാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ അവർ ലക്ഷണങ്ങൾ കൂടുക, ശ്വാസം മുട്ടൽ, ചുമ, വീസിങ് കൂടുക, അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന ഇൻഹേലർ പലതവണ അവർ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഡോസ് അല്ല, പല തവണ യൂസ് ചെയ്യേണ്ടി വരിക. ഇങ്ങനെയുള്ളത് വന്നു കഴിഞ്ഞാൽ അവർ ഉടൻ തന്നെ ഒരു പൾമണോളജിസ്റ്റിനെ കാണേണ്ടതാണ്. ആസ്മ രോഗികളുടെ ഡയഗ്നോസിസ് പ്രധാനമായിട്ടും ലക്ഷണങ്ങൾ വെച്ച് തന്നെയാണ് നമ്മൾ ആസ്മ ഡയഗ്നോസ് ചെയ്യുന്നത്. ഇതല്ലാതെ സാങ്കേതികമായിട്ടുള്ള ചില ടെസ്റ്റ് ഉണ്ട്, ലങ് ഫങ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ പൾമണറി ഫങ്ഷൻ ടെസ്റ്റ്. അതുവഴി നമ്മൾ ഈ ശ്വാസക്കുഴലിൻ്റെ ചുരുക്കം എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റും. പിന്നീട് ചികിത്സ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് അത് റിപ്പീറ്റ് ചെയ്ത് എത്രമാത്രം മാറി എന്നുള്ളതും നമുക്കറിയാൻ സാധിക്കുന്നതാണ്. ആസ്മയുടെ പ്രധാന ചികിത്സ ഇൻഹേലർ തെറാപ്പിയാണ്. രോഗം കൂടിയിരിക്കുന്ന അവസ്ഥയിൽ രോഗിക്ക് നമ്മൾ നെബുലൈസ്ഡ് ആയിട്ട് ആവിയായിട്ട് മെഡിസിൻസ് കൊടുക്കുകയും ഇഞ്ചക്ഷൻ കൊടുക്കുകയും ഓറൽ ടാബ്ലറ്റ്സ് എടുക്കേണ്ടതായിട്ട് വരും. അതെല്ലാം കുറഞ്ഞു കഴിയുമ്പോൾ, ലക്ഷണങ്ങൾ കുറഞ്ഞു കഴിയുമ്പോൾ ഇൻഹേലർ തെറാപ്പിയിലാക്കാം. ആസ്മ രോഗികൾ റെഗുലറായിട്ട് പൾമണോളജിസ്റ്റിനെ കണ്ട് അവരുടെ ലക്ഷണങ്ങൾ പറയുകയും അവരുടെ ചികിത്സയിൽ വ്യത്യാസങ്ങൾ വരുത്തുകയും ചെയ്യേണ്ടതാണ്.